അല്ല, നമ്മുടെ ഈ ബേൺഡ് ചീസ് കേക്കിൻ്റെ ട്രെൻഡിങ് കഴിഞ്ഞോ? എന്നാൽ ഇന്ന് നമ്മളെ ബേൺഡ് ചീസ് കേക്കല്ല, ബേൺഡ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. സാധാരണ ചീസ് കേക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഈ ഒരു പുഡിംഗ് ഉണ്ടല്ലോ, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. പിന്നെ നമ്മുടെ വീട്ടിലെ സാധാരണ ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പുഡിംഗ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബേൺഡ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തീ കത്തിച്ചിട്ടില്ല. അതിന് മുൻപാണ് എല്ലാ ചേരുവകളും നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 2.5 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു 2.5 കപ്പ് പാലിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ചേരുവകളൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എപ്പോഴും ചേരുവകളും കൂട്ടിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മധുരം വേണ്ടാന്നുള്ളവർക്ക് കുറക്കാം, അതല്ലെങ്കിൽ കൂട്ടുന്നവർക്ക് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ തീ കത്തിച്ചിട്ടില്ല. അതിന് മുൻപായിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മുട്ടയുടെ മഞ്ഞയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് തീ കത്തിക്കുന്നത്. തീ കത്തിച്ചതിന് ശേഷം നമ്മളിത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത്. നമ്മളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഒരു ഗ്ലേസിങ് വരും കേട്ടോ. ഇതിന് ഇപ്പോൾ കണ്ടല്ലോ, നല്ലൊരു ഗ്ലേസിങ് ഇതിന് വരുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ കട്ടിയാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കട്ടിയുള്ള പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബേൺഡ് ചീസ് കേക്കിൽ ഉണ്ടാകുന്ന ഒരു കരിഞ്ഞ പോർഷൻ അല്ലേ, അതുപോലെ നമുക്ക് ഇതിനും ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെർവ് ചെയ്യണത്, അതായത് സെറ്റ് ചെയ്യാനും സെർവ് ചെയ്യാനും എടുക്കുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കാരമൽ തയ്യാറാക്കുന്നത്. ഞാനിവിടെ പൊടിച്ച 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടിച്ച പഞ്ചസാര ചേർത്ത് വേറൊന്നുമല്ല, അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കളറിൽ നിങ്ങൾ ഒഴിക്കാൻ നോക്കണം കേട്ടോ. ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ കളർ കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കളർ എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്യാത്ത ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു കൂട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്തുണ്ടല്ലോ, ഇത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നതും. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ കോരി കഴിക്കുന്നത്. ആ ഒരു താഴത്തെ ആ ഒരു കാരമലിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. എനിക്കുണ്ടല്ലോ ഈ കാരമലിൻ്റെ ആ ഒരു രുചി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ കാരമൽ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിംഗ് തന്നെയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.